അങ്ങനെ നമ്മൾ അറ്റ്ലാന്റിക് സിറ്റിയിലെത്തി. കുറച്ച് നേരം റൂമിൽ റെസ്റ്റൊക്കെ എടുത്തിട്ട് ഈവനിങ് ആയപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഈ ബോർഡ് വാക്കിലേക്ക്. ബോർഡ് വാക്കാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. ഒരു സൈഡിൽ ബീച്ചും ഒരു സൈഡിൽ ഇങ്ങനെ ഹോട്ടൽസും കസിനോസും ഷോപ്സും അങ്ങനെയൊക്കെ ആയിട്ട് ഈ ഒരു വുഡൻ പാത്ത് ഉണ്ടല്ലോ, ഈ ഒരു റൂട്ട് ആക്ച്വലി ഒരു 3-4 കിലോമീറ്റേഴ്സ് ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുവഴി ഇങ്ങനെ നടക്കാനായിട്ട് നല്ലൊരു വൈബാണ്. ഒരു സൈഡ് ഫുൾ ബീച്ചും ഇപ്പുറത്തെ സൈഡ് ഇതുപോലുള്ള ബിൽഡിങ്സും ഇങ്ങനെ സുവനിയർ ഷോപ്സും ഫുഡ് സ്പോട്ട്സും കസിനോസും അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഒരുപാട് ഫുഡ് സ്പോട്ടുകളുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും നമുക്ക് ഇഷുവിനെയും കൊണ്ട് ഇപ്പോൾ ഇരുന്ന് കഴിക്കുന്ന ഒട്ടും പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. കുറേ നേരത്തെ ഉറക്കത്തിന് ശേഷം ഇഷൂട്ടി എണ്ണീറ്റിട്ടുണ്ട്. കടലിൽ നിന്ന് വരുന്ന ആ ഒരു കാറ്റുണ്ടല്ലോ, അത് കൊണ്ടിട്ടാണ് കേട്ടോ ഈ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു റെസ്റ്റോറൻറ്റിൽ ചുമ്മാ ഇങ്ങനെ കയറി. നല്ല വൈബിൾ റെസ്റ്റോറൻറ്റ്. എന്തായാലും നമുക്ക് അവിടെ നിന്ന് കഴിക്കാനുള്ള ഓപ്ഷനൊന്നും ഇല്ല, കാരണം ഇവളെയും കൊണ്ട് ഭയങ്കര പാടാണ്, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ജസ്റ്റ് കയറി ഇങ്ങനെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഇന്ത്യൻ ഷോപ്പ് ഞാൻ കണ്ടു. നിറച്ച് ഇന്ത്യൻ സാധനങ്ങളാണ്, ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസും പിന്നെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഓരോന്നിൻ്റെ വില നോക്കുമായിരുന്നു കേട്ടോ. സാധാ വിലയെക്കാട്ടിലും ഒരുപാട് കൂട്ടി അവരിട്ടേക്കുന്നത്. ഓഫ് കോഴ്സ് ഇത് ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ടാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഞാനൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. നമ്മൾ അപ്പോഴത്തേക്കും ഒരു 45 മിനിറ്റ്സോളം അങ്ങോട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തിരിച്ച് അതുപോലെ നടക്കണമല്ലോ. പകുതി വരെ പോയിട്ടുള്ളൂ, അതിനപ്പുറം പോകാനായിട്ടുള്ള ഒരു ശക്തിയില്ല, കാരണം ഇത്രയും നടക്കണ്ടേ. അത് അപ്പോഴത്തേക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ഫുഡും വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ പോയത്. എത്രയും വേഗം ഹോട്ടലിലൊന്ന് ചെന്നാൽ മതി എന്നായിരുന്നു, കാരണം കാല് കഴച്ചൊടി വരുന്നു. കുറേ നാൾക്ക് ശേഷം ഇത്രയും നടക്കുന്നത്, എസ്പെഷ്യലി ഡെലിവറിക്കൊക്കെ ശേഷം. അങ്ങനെ റൂമിലെത്തി. ഇനി ജസ്റ്റ് ചെന്ന് കിടന്ന് ഉറങ്ങുക. അപ്പോൾ അടുത്ത ദിവസം കാണാം കേട്ടോ.